പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1. പ്രധാന വാർത്തകൾ. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി ദോഫാറിലെ താക്ക വിലായത്തിലുള്ള ഒമാനി വിമൻസ് അസോസിയേഷൻ ആസ്ഥാനത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ഹെൽത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ദോഫാർ ഗവർണറേറ്റിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ് ജനറൽ സംഘടിപ്പിച്ച സെമിനാർ മയക്കുമരുന്ന് ദുരുപയോഗത്തെ ചെറുക്കുന്നതിനും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും ഒന്നിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. വിവിധതരം മയക്കുമരുന്നുകളുടെ അപകടങ്ങളെയും ആസക്തിയുടെ അനന്തരഫലങ്ങളെയും കുറിച്ച് ഹെൽത്ത് നഴ്സായ അഹമ്മദ് ബിൻ മുസ്ലിം തബൂക്ക് പ്രബന്ധം അവതരിപ്പിച്ചു. ദേശീയ സമിതിയുടെ നേട്ടങ്ങൾ, ചികിത്സാ സേവനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായ പ്രതിരോധ നടപടികൾ എന്നിവയും അദ്ദേഹം വിശദീകരിച്ചു. ഒമാന്റെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ ഷെഡ്യൂളായി സെപ്റ്റംബറിലാണ് ഹോം ആൻഡ് എവേ രൂപത്തിൽ മത്സരങ്ങൾ ആരംഭിക്കുക. ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണ കൊറിയ, ഇറാഖ്, ജോർദാൻ, ഫലസ്തീൻ, കുവൈത്ത് ടീമുകളാണ് ഒമാന്റെ എതിരാളികൾ. സെപ്റ്റംബർ 5 ഒമാൻ ഇറാഖിനെയും 10 ദക്ഷിണ കൊറിയയെയും നേരിടും. പിന്നീട് ഒക്ടോബറിലാണ് മത്സരം. ഒക്ടോബർ 10 കുവൈത്തുമായും 15 ജോർദാനുമായും ഏറ്റുമുട്ടും. നവംബർ 14 ഫലസ്തീനെതിരെയും 19 ഇറാഖിനെതിരെയുമാണ് തുടർന്നുള്ള മത്സരങ്ങൾ. പിന്നീട് അടുത്ത വർഷം മാർച്ചിലാണ് മത്സരങ്ങൾ നടക്കുക. മാർച്ച് 20 കൊറിയയെയും 25 കുവൈത്തിനെയും നേരിടും. തുടർന്ന് ജൂൺ 5 ജോർദാനുമായും 10 ഫലസ്തീനുമായും ഏറ്റുമുട്ടും. മത്സരവേദികളും സമയങ്ങളും പിന്നീട് പ്രഖ്യാപിക്കും. 2026 ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 32-ൽ നിന്നും 48 ഉയരുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒമാനിലെ കാൽപന്ത് പ്രേമികൾ. ഏഷ്യയിൽ നിന്നും 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 18 ടീമുകളാണ് 3-ാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. 18 ടീമുകളെ 6 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായാണ് തിരിച്ചിട്ടുള്ളത്. വാഹന സാങ്കേതിക പരിശോധനാ സേവനങ്ങൾ നൽകുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ റോയൽ ഒമാൻ പോലീസ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പരിശോധനാനുമതി നൽകും. പോലീസ് ആൻഡ് കസ്റ്റംസ് ജനറൽ ഇൻസ്പെക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ മൊഹ്സിൻ അൽ ഷർക്കിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സേവന വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഒമാനികളുടെ പൂർണ്ണ ഉടമസ്ഥതയിലായിരിക്കുകയും ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നുള്ള അംഗീകാരങ്ങളും ആവശ്യകതകളും പാലിക്കുകയും ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് ROP വ്യക്തമാക്കി. വടക്കൻ ബത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. സുവൈറ പ്രദേശത്ത് പ്രധാന പാതയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 31 പേരെയാണ് ഷർക്കിയ പോലീസ് കമാൻഡ് പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെ പിടികൂടുന്നതിന് തൊഴിൽ മന്ത്രാലയവും ROPയും പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിലാണ് പരിശോധന നടന്നത്. ഇത്തരക്കാർക്ക് സൗകര്യമൊരുക്കുന്നതും നിയമലംഘനമാണ്. സമായിൽ ഏരിയ KMCCയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സ്നേഹസംഗമം മുറൂജ് സമായിൽ ഫാമിൽ വെച്ച് നടത്തി. സമായിൽ ഏരിയയിലെ KMCC അംഗങ്ങളും അനുഭാവികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ വിവിധ മത്സരങ്ങൾ സംഗമത്തിന് മാറ്റുകൂട്ടി. ഏരിയ പ്രസിഡന്റ് യൂസുഫ് ചേറ്റുവ അധ്യക്ഷത വഹിച്ച പൊതുപരിപാടിയിൽ മുജീബ് അണ്ടോണ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് കിണവക്കിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്ന നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരും. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാകുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കുന്നു. രാജകീയ ഉത്തരവിൻ്റെയും മന്ത്രിതല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. നേരത്തെ പ്രാബല്യത്തിൽ വന്ന നിയമത്തിന്റെ തുടർച്ചയാണ് പുതിയ നടപടി. ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക.
2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. രാജ്യം കനത്ത വേനൽ ചൂടിലാണ് കടന്നുപോകുന്നത്. ഉഷ്ണത്തെ പ്രതിരോധിക്കാൻ വൈദ്യുതി, ജല ഉപയോഗവും കൂടുന്നതോടെ ജീവിത ബജറ്റുകൾ താളം തെറ്റും. കീശ കാലിയാക്കുന്ന ഷോക്കിംഗ് ബിൽ ലഭിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുകയാണ് ഉപയോക്താക്കൾ. അധികൃതർ നേരത്തെ നിർദ്ദേശിച്ച അധിക ബില്ലിൽ നിന്നുള്ള സംരക്ഷണ നടപടികളും ആളുകൾ സ്വീകരിച്ചു വരുന്നു. വൈദ്യുത ജല ബിൽ ഉയരുന്നത് തടയാൻ കൃത്യമായി പ്ലാനിങ്ങോടെ ഇവ ഉപയോഗിക്കാവുന്നതാണ്. ചില ശീലങ്ങൾ ഒഴിവാക്കി വേണ്ടവിധം ഉപയോഗിച്ചാണ് ബാധ്യത കുറയ്ക്കാം. ബാച്ചിലേഴ്സ് കുടുംബ ഫ്ളാറ്റുകളിലെല്ലാം തന്നെ അടുക്കളയിലും ശുചിമുറിയിലും വെള്ളവും വൈദ്യുതിയും പാഴാകുന്നത് അറിയാതെ പോകുന്നു. അതേസമയം ഒമാനിൽ വേനൽക്കാല മാസങ്ങളിലെ വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കാൻ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചിരുന്നു. ആഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്കാണ് ഇളവ്. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപയോക്താക്കളിൽ മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10%മാണ് ഇളവ് ലഭിക്കുക. ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ രാത്രി 11:10 കരിപ്പൂരിൽ നിന്ന് മസ്കത്തിലേക്കുള്ള വിമാനവും ഇന്ന് രാവിലെ 7:10 മസ്കത്തിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് മസ്കത്ത് സെക്ടറിൽ മാത്രം വിമാനങ്ങൾ റദ്ദാക്കിയത്. പല സർവീസുകളും വൈകി പുറപ്പെടുകയും ചെയ്തു. അവധിക്കാലത്തും യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാനത്താവളത്തിലെത്തിയ ശേഷം മാത്രമാണ് യാത്രക്കാർ പലരും സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും അറിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ പലപ്പോഴും യാത്രക്കാരെ വിമാനസമയമാറ്റം അറിയിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലും വീഴ്ച വരുന്നു. എന്നാൽ വെബ്സൈറ്റുകളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ഈ സൗകര്യവും ലഭിക്കില്ല. നേരിട്ട് മെയിൽ വഴിയോ SMS വഴിയോ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവർ അറിയുകയുള്ളൂ. ഡെങ്കി അടക്കമുള്ള പല ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുന്ന ഈഡിസ് ഈജിപ്തി കൊതുകിനെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ച് ബുറൈമി മുനിസിപ്പാലിറ്റി. കൊതുകിനെ തുരത്താൻ മുനിസിപ്പാലിറ്റി സംഘം താമസ കേന്ദ്രങ്ങളിലും വാണിജ്യ കെട്ടിടങ്ങളിലും ഉൾപ്പെടെ അണുനശീകരണം തുടരുകയാണ്. കൊതുകിനെ തുരത്താനുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കിംവദന്തികൾ പരത്തരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കവലകളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചാണ് മുനിസിപ്പാലിറ്റി സംഘങ്ങളുടെ കൊതുക് തുരത്തൽ പ്രവർത്തനം. പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന കൊതുക് നശീകരണം രാത്രിയിലും തുടരും. കൊതുകിനെയും അത് പെറ്റുപെരുകുന്ന ഉറവിടങ്ങളെയും നശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഒമാനിൽ 3G മൊബൈൽ സേവനങ്ങൾ ക്രമേണ അവസാനിപ്പിക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി നടപടികൾ ആരംഭിച്ചു. ഈ മാസം മുതൽ 3G സേവനങ്ങൾ നിർത്തലാക്കി തുടങ്ങും. ഘട്ടം ഘട്ടമായാണ് 3G ഒഴിവാക്കുക. ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തിലാണ് നടപടി. രാജ്യത്ത് 2 വർഷം മുമ്പ് തന്നെ 4G സേവനവും ഏറ്റവും പുതുതായി കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ 5G സേവനവും വ്യാപിപ്പിച്ചു വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.